നമസ്കാരം, ഞാൻ ശ്രീയ രമേശ്. ഡഫേദാർ എന്ന മൂവിയിൽ കളക്ടർ അർച്ചനയായിട്ടാണ് ഞാൻ വേഷമിടുന്നത്. ഇതെൻ്റെ 6ാമത്തെ മൂവിയാണ്. ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഡഫേദാറിൽ ഞാൻ ചെയ്യുന്നത്. അത് എൻ്റെ കയ്യിൽ തന്ന എൻ്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ച ജോൺസൺ എസ്തപ്പാൻ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. അയ്യപ്പനേക്കാൾ വലിയ ഡഫേദാർ അയ്യപ്പൻ. സാറിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്കെല്ലാവരും ഇതിനു മുമ്പ് സാറിൻ്റെ മൂവികളെല്ലാം വൻ വിജയമായതാണ്. വസന്തി ലക്ഷ്മി, ഞാനും, കരിമാടിക്കുട്ടൻ, ഇതെല്ലാം സൂപ്പർ ഹിറ്റ് മൂവി ആയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയും അതിനേക്കാൾ ഉപരി പ്രതീക്ഷ വെക്കുന്നുണ്ട്. അത് കലാഭവൻ മണിച്ചേട്ടൻ ചെയ്യാനിരുന്ന ഒരു ഡ്രീം പ്രോജക്റ്റാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. അതിപ്പോൾ ടിനി ടോം ചേട്ടനാണ് ചെയ്യുന്നത്. ടിനി ടോം ചേട്ടൻ്റെ ശരിക്കും പറഞ്ഞാൽ ടിനി ടോം ചേട്ടൻ ഇതിലൊരു ചലഞ്ചിങ് റോളാണ് ഡഫേദാർ അയ്യപ്പൻ എന്ന ക്യാരക്ടർ ചെയ്യുന്നത്. അതിൽ കളക്ടറായിട്ട് വരികയും ഒരു പ്രത്യേക രീതിയിലാണ് ഈ മൂവി പോകുന്നത്. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ വെളിപ്പെടുത്താൻ സാധിക്കില്ല. ഞാൻ എന്തെഴുതണമെന്നും എന്ത് ചെയ്യണമെന്നും ഞാൻ തീരുമാനിക്കും. ഒപ്പത്തിൽ ലാലേട്ടനോടൊപ്പം അഭിനയിച്ചത് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നില്ല. അതിനു മുമ്പ് എന്നും എപ്പോഴും എന്ന മൂവിയിൽ സത്യനന്ദിക്കാട് സാറിൻ്റെ എന്നും എപ്പോഴും എന്ന മൂവിയിൽ ലാലേട്ടനോടൊപ്പം ഞാൻ അഭിനയിച്ചിരുന്നു. അത് ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒപ്പത്തിൽ എനിക്ക് കൂടുതൽ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ലാലേട്ടനോടുള്ള അഭിനയത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ എനിക്ക് എൻ്റെ ഈശ്വരൻ കനിഞ്ഞ എനിക്ക് മഹാഭാഗ്യമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടനാണെങ്കിലും സമുദ്രക്കനി ചേട്ടനാണെങ്കിലും എല്ലാം നല്ലൊരു ടീമായിരുന്നു. പ്രിയദർശൻ സാറിൻ്റെ ആ ഒരു മൂവിയിൽ എനിക്കും ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നത് ചെയ്തിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും നല്ല ഡയറക്ടേഴ്സിൻ്റെ കീഴിലാണെന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഈശ്വരനോട് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്. ഒരുപാട് നന്ദി പറയാറുണ്ട്. കാരണം ഇത്രയും നല്ല ഡയറക്ടേഴ്സുകളോടൊപ്പം തന്നെ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇപ്പോൾ ഈ മൂവിയിലാണെങ്കിലും ജോൺസൺ എസ്തപ്പാൻ സാറിൻ്റെ മൂവിയിൽ ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ അതൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം സാറ് ഫസ്റ്റ് കണ്ടപ്പോൾ എന്നെ വിളിച്ചിട്ട് ആദ്യം പേടിപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇനി ഇങ്ങനെ ഒരു ഡയറക്ടറോടൊപ്പമാണോ ദൈവമേ ഇത്രയും ദിവസം വർക്ക് ചെയ്യേണ്ടത്, എനിക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അതേ നിമിഷം തന്നെ സാറ് പെട്ടെന്ന് മാറുകയും സാറ് വെറുതെ പേടിപ്പിച്ചതാണ്. പിന്നെ ഒരു മണിക്കൂറിന് ശേഷം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു. നല്ലൊരു സെറ്റായിരുന്നു. വളരെ എൻജോയ് ചെയ്തു ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി. കാരണം നമ്മുടെ കുടുംബത്തിൽ ഉള്ളവർ നമ്മൾ എല്ലാവരും ഓണത്തിനൊക്കെ ഒത്തുകൂടുന്ന മാതിരി ഒത്തുകൂടിയിട്ട് പെട്ടെന്ന് പിരിയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, ആ ഒരു വിഷമമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. നല്ലൊരു കുറേ ക്രൂസും നല്ല രസമായിരുന്നു. നല്ല ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. എല്ലാവരും കുടുംബസമേതം പോയി കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് ഇന്നിവിടം വരെ എത്തിച്ചേരാൻ സാധിച്ചത്. ഇനി അങ്ങോളം അതുണ്ടാകണമെന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.